Hi all, the real civil engineering മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്റെ എങ്ങനെയാണ് അതിന്റെ IBPMS ചെയ്തെടുക്കേണ്ടത് എന്നുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം അത് വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ലെങ്ത് വരുന്നുണ്ട്. എക്സ്പ്ലനേഷൻ വരുമ്പോൾ നമുക്ക് അത്രയും ലെങ്ത് വീഡിയോ പബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു 40 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് അത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഓരോ പാർട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു പാർക്കിങ്ങിൻ്റെ ലേഔട്ട്, അതുപോലെ തന്നെ റാമ്പ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തുടർ വീഡിയോയും കാണുക. മൊത്തമായിട്ട് എങ്ങനെയാണ് ഒരു IBPMS ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമുക്കൊരു 2 നില ബിൽഡിംഗ് ആണുള്ളത്, 2 സ്റ്റോറി ബിൽഡിംഗ്. ഇപ്പോൾ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. നമ്മൾ സാധാരണ വീടിന് വരയ്ക്കുന്ന അതേ എല്ലാ പ്രൊസീജിയർ അതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. അഡീഷണൽ ആയിട്ട് ഒരു പാർക്കിംഗ് പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിലൊരു ധാരണ ഉണ്ടായിരിക്കും എത്ര കാർ പാർക്കിംഗ് കൊടുക്കേണ്ടത്, 2 വീലർ എത്രയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ആസ് പെർ നമ്മൾ KBR കാൽക്കുലേഷൻ വെച്ചിട്ട്, KBR ആണോ KPBR ആണോ, നമുക്ക് ഇതിലിപ്പോൾ KBR ആണ് വരിക. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ പ്രകാരം എത്ര കാർ പാർക്കിംഗ് വേണം, എത്ര 2 വീലർ പാർക്കിംഗ് വേണം, ഡിസേബിൾഡ്, ഇതൊക്കെ നമ്മളൊരു എണ്ണം നമ്മൾ കാൽക്കുലേഷൻ മാനുവലി ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് നമ്മളിവിടെ കൊടുക്കുകയാണ്. ഈ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രീഡിസിആറിൽ നമുക്ക് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷനിലാണ് പാർക്കിംഗ് കാണാം. പ്രീഡിസിആർ ഇൻസേർട്ട് പാർക്കിംഗ്, അതിൽ കാർ ഉണ്ട്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്, സൈക്കിൾ ഉണ്ട്, വിസിറ്റേഴ്സ് പാർക്കിംഗ് ഉണ്ട്, പിന്നെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഏരിയ ഉണ്ട്. നമുക്കറിയാം, നമുക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഏരിയ കൂടുതലാണെങ്കിൽ നമുക്ക് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഏരിയ ഒരു 30 m² കാണിക്കണം എന്നൊക്കെ റൂൾ ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒരു ഏരിയ തിരിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ മാർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഏരിയ പോലെ തന്നെയാണ്. നമുക്ക് കാർ പാർക്കിംഗ് പോലെ തന്നെയാണ് ഇതും നമ്മൾ അവിടെ അസൈൻ ചെയ്യേണ്ടത്. ഒത്തിരി പേര് അത് ചോദിച്ചിരുന്നു കേട്ടോ, എങ്ങനെയാണ് ലോഡിംഗ് അൺലോഡിംഗ്. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് പ്രീഡിസിആർ ഇൻസേർട്ട് പാർക്കിങ്ങിലാണ് ലോഡിംഗ് അൺലോഡിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കാർ ഒരെണ്ണം ഇൻസേർട്ട് ചെയ്യാണ്. നമുക്ക് ഒന്നല്ല 3 സാധാരണ കാർ വേണം. അതുപോലെ തന്നെ ഒരു ഡിസേബിൾഡ് ഹാൻഡിക്യാപ്ഡ് ആയ ആളുകൾക്കുള്ള കാർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ കാർ ഒന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ ചോദിക്കുന്നതാണ് സെലക്ട് ഐദർ 1 ഫ്ലോർ ഓർ പോളിലൈൻ. ഇതിനടുത്ത് നമുക്ക് നമ്മളിപ്പോൾ കാർ പാർക്കിംഗ് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് പ്ലോട്ടിൽ തന്നെയാണ്, പറമ്പിലാണ്. നമ്മൾ ഇപ്പോൾ ഒരു 3-4 പാർക്കിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് പ്ലോട്ട് അത്രയും വിസ്തൃതിയുള്ള പ്ലോട്ടാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു ബിൽഡിങ്ങിന് ഉള്ളിലാണ് പാർക്കിംഗ് എന്ന് കരുതുക. ഇപ്പോൾ കാർ പോർച്ച് ബിൽഡിങ്ങിന് ഉള്ളിലാണ്, അല്ലെങ്കിൽ ബേസ്മെന്റ് ഫ്ലോർ ഒക്കെ ആണെങ്കിൽ ആ ഫ്ലോർ എന്ന ലെയർ ഇതിലുള്ള ഏത് ഫ്ലോറിലാണെങ്കിൽ ആ ഫ്ലോർ എന്ന ലെയറാണ് അവിടെ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വേണ്ടത് എവിടെയാണോ കാർ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിന്റെ ഔട്ടർ പെരിഫറിയിലുള്ള പോളി ലെയറാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആദ്യം. ഓക്കെ, നമ്മൾ ഏത് ഫ്ലോറിലാണെങ്കിൽ ഫ്ലോറിന്റെ ലെയർ, അല്ലെങ്കിൽ ഇവിടെ നമുക്കിപ്പോൾ ഈ പ്ലോട്ടിലായതുകൊണ്ട് പ്ലോട്ടിന്റെ പോളി ലൈൻ, ഈ കണ്ടോ വൈറ്റ് കളറിലുള്ള പ്ലോട്ടിന്റെ പോളി ലൈൻ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ അവർ ചോദിക്കുന്നത് എവിടെയാണ് കാർ പാർക്കിംഗ്, കാറുകൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അവിടെ ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും പോയിന്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം പിന്നെ നമുക്ക് റൊട്ടേഷൻ ചെയ്ത് ഓറിയന്റേഷൻ ഒക്കെ മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ നെക്സ്റ്റ് ചോദിക്കുന്നത് സ്പെസിഫൈ നമ്പർ ഫോർ പാർക്കിംഗ്. നമുക്കിപ്പോൾ ഒരു 3 സാധാരണ പാർക്കിംഗ് വേണ്ട. ജസ്റ്റ് 3 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൈറ്റ് പ്ലാനിൽ 3 പാർക്കിംഗ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ക്ലിയർ ആയി. ഇനി ഇതുപോലെ തന്നെ നമുക്കൊരു ഡിസേബിൾഡ് പാർക്കിങ്ങും ഇൻസേർട്ടിൽ നമുക്ക് കൊടുക്കാം. പാർക്കിങ്ങിൽ ഡിസേബിൾഡ് ഹാൻഡിക്യാപ്ഡ് പാർക്കിംഗ് കൊടുക്കാം. സെലക്ട് ഇൻസേർഷൻ പോയിന്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ നമുക്ക് കാർ പാർക്കിംഗ് വന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് റൊട്ടേഷൻ ചോദിച്ചിട്ടുണ്ട്. നമ്മളത് പ്രത്യേകിച്ച് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. നമുക്ക് പിന്നീട് വേണമെങ്കിൽ തിരിക്കാം. നമ്മളൊരു ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന അതേ മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹാൻഡിക്യാപ്ഡ് കാർ കൊണ്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇനീഷ്യലായിട്ടുള്ള ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. നമുക്കിതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം, കാരണം അത് ആവശ്യമാണ്. കാരണം നമുക്ക് ഡ്രൈവേ വരയ്ക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. നമുക്കറിയാം, സാധാരണ 4 മീറ്ററിൽ ഒരു ഡ്രൈവേ കൊടുത്തിരിക്കുന്നത് നിർബന്ധമായിട്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതാണ് റോഡ്. അപ്പോൾ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു 4 മീറ്ററിൽ ഒരു ഡ്രൈവേ കൊടുക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതൊന്ന് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് വെക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുകയാണ്. ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡ് പാർക്കിംഗ് ചെയ്യുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നേരെ വെച്ചാൽ എങ്ങനെയായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ. ഇതിൽ ഈ പാർക്കിങ്ങിലേക്കുള്ള ഡ്രൈവേ നമ്മൾ കൊടുത്തിരിക്കണം എന്നതേ നിർബന്ധമുള്ളൂ. ജസ്റ്റ് നമുക്കിത് ഈ പറയുന്ന പാർക്കിംഗ് കൊടുത്തു. ഇതിൽ കാർ പാർക്കിംഗ് ഇതിലെ ഡയലോഗുകളൊക്കെ എടുക്കാൻ മറക്കരുത്. അതിനുള്ളിൽ തന്നെ ക്യാപ്ഷൻസ് വേണം. ഓക്കെ, നമ്മൾ കാർ പാർക്കിംഗ് കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഡ്രൈവേ ആണ്. ഡ്രൈവേക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൽ നമുക്ക് ലെയറിൽ ഡ്രൈവേ D എന്നുള്ളിടത്ത് പോയ ഡ്രൈവേ കിട്ടും. ഡ്രൈവേ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡ്രൈവേ എടുത്തതിന് ശേഷം നമ്മൾ സാധാ പോളിലൈൻ എടുത്തുകൊണ്ട് നമ്മൾ വരയ്ക്കുകയാണ്. പോളിലൈൻ എടുത്തുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഡ്രൈവേ കൊടുക്കുകയാണ്. ഡ്രൈവേ നമ്മൾ
പോളിലിനെ എടുത്ത് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഒന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ 0 ലെയർ ഇട്ടൊന്ന് വരച്ചതിന് ശേഷം അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ഏതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. നമുക്ക് വേണമെങ്കിൽ 0 ലെയർ എടുത്ത് നമുക്ക് ഒന്ന് വരയ്ക്കുക. ഒരു 4 മീറ്ററിന്റെ ഡിസ്റ്റൻസിൽ ഒരു ഡ്രൈവേ വരച്ചു വെക്കുക ആദ്യം തന്നെ. അതായത് കാർ പാർക്കിംഗ് ഇതിൽ ടച്ച് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് മൂവ് ചെയ്ത് ഇങ്ങോട്ട് ടച്ച് ചെയ്ത് വെക്കാം. അപ്പോൾ അതേ കാർ പാർക്കിൻ്റെ ഇത് വരച്ചു. ഇനി നമ്മൾ ഡ്രൈവേ എന്നുള്ള ലെയർ എടുക്കുക. PDC മറ്റേ ലെയർ സിസ്റ്റത്തിൽ ഡ്രൈവേ എന്നുള്ള ലെയർ എടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ പോളിലൈൻ ഇട്ടുകൊണ്ട് ക്ലോസ്ഡ് പോളിയാക്കി നമ്മൾ വരയ്ക്കുക. ഓക്കെ, നമ്മൾ ഡ്രൈവേ ലെയർ എടുത്ത് നമ്മൾ റോഡിൽ നിന്നാണ് വരയ്ക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ക്ലോസ്ഡ് പോളി ഓക്കെ, റോഡിൻ്റെ ലെയറായിട്ട് ടച്ച് ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് റോഡിൽ നിന്ന് വേണം കറക്റ്റ് ഡ്രൈവേ കൊടുക്കാനായിട്ട്. ഇനി ജസ്റ്റ് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് ജസ്റ്റ് ഡ്രൈവേ എന്നുള്ളത് എത്ര മീറ്റർ വൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് കൊടുത്താലും മതി. 4 മീറ്റർ വൈഡ് ഡ്രൈവേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സൈസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ, നോ ഇഷ്യൂസ്. ഓക്കെ, ഡ്രൈവേ എന്നുള്ളത് നമ്മളോട് കൊടുത്തു. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമുക്ക് വേണമെങ്കിൽ റാമ്പ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് വേണമെങ്കിൽ പറഞ്ഞുതരാം. അത് വീഡിയോയിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒന്ന് ഡീറ്റെയിൽ ആക്കണം. ഇതിപ്പോൾ ഇവിടെ നമുക്ക് റാമ്പ് കൊടുക്കണം. റാമ്പ് കൊടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. റാമ്പ് എന്നുള്ള ലെയർ എടുക്കുക. ആദ്യം റാമ്പ് എന്നുള്ള ലെയർ എടുക്കുക. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് വരിക കേട്ടോ. പലപ്പോഴും പലർക്കും എററുകളൊക്കെ വരാറുണ്ട് റാമ്പ് കൊടുക്കുമ്പോൾ. റാമ്പ് എന്നുള്ള ലൈൻ എടുത്തിട്ട് ശേഷം നമുക്ക് പുള്ളിനെ ഇട്ടുകൊണ്ട് വരയ്ക്കാം. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി ഈ റാമ്പിന്റെ ലെങ്ത് ഇങ്ങനെ കണ്ടുപിടിക്കുക എന്ന് നമുക്ക് അറിയാം അല്ലേ. കാരണം ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്ര സെന്റിമീറ്റർ ആണോ പൊന്തി നിൽക്കുന്നത് നോക്കുക ഹൈറ്റ്. അത് നമുക്ക് 1/12 നമ്മൾ എന്ത് ചെയ്യണം, റാമ്പിന്റെ ലെങ്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് നമുക്ക് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. അപ്പോൾ ഒരു 1.8 ആണ് നമുക്ക് ലെങ്ത് എങ്കിൽ നമുക്ക് ഇതുകൂടെ ആ ലെങ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക 1.8. ഓക്കെ, അതുപോലെ തന്നെ വിഡ്ത്ത് മിക്കവാറും 1.2 ആയിരിക്കും സാധാരണ. ദെൻ നമ്മളത് ക്ലോസ് ചെയ്യുക, ക്ലോസ്ഡ് പോൾ കൊടുക്കുക. അപ്പോൾ അതേ റാമ്പായി. റാമ്പായതിനു ശേഷം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിനൊരു സെൻറ്റർ ലൈൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു സെൻറ്റർ ലൈൻ കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ റാമ്പ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. PDCRൽ നമുക്ക് അസൈൻ നെയിം എന്നുള്ളിടത്ത് പോയിട്ട് നമുക്ക് റാമ്പ് നെയിം എന്ന് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. PDCRൽ അസൈൻ നെയിമിൽ റാമ്പ് നെയിം എന്നുള്ളത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മൾ ഈ റാമ്പിൻ്റെ പോളിലൈൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ പലതരത്തിലുള്ള റാമ്പുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഹാൻഡിക്യാപ്ഡിനുള്ള റാമ്പാണ്, അല്ലെങ്കിൽ കാർ പാർക്കിൻ്റെ റാമ്പാണ്, 2 വീലറിൻ്റെ ആണ്, അതങ്ങനെ കൊടുക്കണം. അതുപോലെ നാച്ചുറൽ സ്ലോപ്പാണ് അങ്ങനെ കൊടുക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് റാമ്പ് ഫോർ ഹാൻഡിക്യാപ്ഡ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം അത് ഹാൻഡിക്യാപ്ഡ് ടോയ്ലറ്റിക്കുള്ളതാണ്. അല്ലെങ്കിൽ സാധാരണ റാമ്പ് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഹാൻഡിക്യാപ്ഡ് എന്നുള്ള രീതിയിൽ കൊടുത്തു. ദെൻ റാമ്പിൻ്റെ വിഡ്ത്ത് 1.2 ആണ്, ലെങ്ത്ത് 1.8 ആണ്, ഹൈറ്റ് 0.1 കൂട്ടിക്കോ, 10 സെൻറ്റിമീറ്റർ ആണ് തോന്നുന്നു. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ പ്രകാരമുള്ള കൊടുത്തേക്ക് കേട്ടോ. ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി വല്ല റാമ്പ് അസൈൻ ചെയ്യുകയാണെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, അതെ, ആ പറയുന്ന ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഫോണ്ട് വളരെ ചെറുതായിട്ട് കാണിക്കുന്നത് നമുക്കത് തിരഞ്ഞ് അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നമുക്കിങ്ങനെ ഫോൺ സൈസ് മാറ്റി കൊടുക്കാം. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് ഫോൺ സൈസ് കൃത്യമായി കൊടുക്കാം. ഇനി നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് റാമ്പിൽ ഡയറക്ഷൻ മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. PDCRൽ നമുക്ക് സ്റ്റെയർ കേസ് കൊടുക്കുന്ന അതേപോലെ തന്നെ റാമ്പിൻ്റെ ഇപ്പോൾ ഇൻസേർട്ടിൽ റാമ്പ് ഡയറക്ഷൻ എന്നുള്ളതാണ്. അപ്പ് ഡയറക്ഷൻ ഡൗൺ ഡയറക്ഷൻ മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സിമ്പിളായിട്ട് സ്റ്റെയർ കേസിൽ ചെയ്യുന്ന അതേപോലെ തന്നെ റാമ്പിൻ്റെ അപ്പ് ഡയറക്ഷനും ഡൗൺ ഡയറക്ഷനും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, കൊമേഴ്ഷ്യൽ ഈസി തന്നെയാണ്, പക്ഷെ നമുക്ക് പലർക്കും ചെയ്യുമ്പോൾ എററുകൾ ഒത്തിരി വരുന്നുണ്ട്. എററുകൾ വരുന്നത് നമ്മൾ എത്രത്തോളം ലെയറുകൾ നമ്മൾ ഇപ്പോൾ റെസിഡൻഷ്യലിന് മിനിമം വേണ്ട കാര്യങ്ങളാണ് ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. ഒരു കൊമേഴ്ഷ്യൽ ആകുമ്പോൾ ഇനി അതുപോലെ തന്നെ ട്രീ ഇനി അതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ട്രീ. നമുക്ക് മരം വെക്കണം, അതായത് 450 ആണ് തോന്നുന്നു. അതായത് M² മേലെയാണെങ്കിൽ ഒരു ഇൻസേർട്ടിൽ ട്രീ ഇൻസേർട്ട് ചെയ്യണം. അത് വലിയ ബുദ്ധിമുട്ടില്ല. PDCRൽ ഇൻസേർട്ടിൽ ഇതേ നമുക്ക് ട്രീ എന്നുള്ള ഓപ്ഷൻ കാണും കണ്ടോ. ഇത് നേരെ നമുക്ക് എവിടെ ഇൻസേർട്ട് ചെയ്താൽ മതി, സൈറ്റ് പ്ലാനിൽ കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്താൽ മതി. ഒരു ട്രീ, ഒരു മരമെങ്കിലും നമുക്ക് കാണിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മരമെങ്കിലും കാണിക്കണം. ഓക്കെ, ഇത്രയുള്ള അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞത് ട്രീ ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു
ഫ്ലാറ്റ് സംശയമൊക്കെ ആണെങ്കിൽ മൾട്ടി ഫാമിലി ഒക്കെ താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ ഒരു ട്രീ കാണിക്കണം. അപ്പോൾ ഇത് റൂളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇൻസേർട്ടിൽ ട്രീ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ പലർക്കും എററായിട്ട് ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഇപ്പോൾ ഡിസൈറിൽ ഇൻസേർട്ട് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ട്രീ അവിടെ കാണാൻ സാധിക്കും. അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, സ്വയം എറർ കറക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ്, പർജ് അതുപോലെ തന്നെ ചേഞ്ച് പ്രോപ്പർട്ടി എന്നുള്ള രണ്ട് കാര്യങ്ങൾ. അത് ചെയ്യാൻ പറഞ്ഞ ഒരു ഉദ്ദേശം പലർക്കും ഇപ്പോൾ എററുകളായിട്ട് വരുന്നതിന് ഒരു കാരണം ചേഞ്ച് പ്രോപ്പർട്ടി ചെയ്യാത്തതാണ്. ഇപ്പോൾ കോർഡിനേറ്റിനൊക്കെ പലർക്കും ഇഷ്യൂ വന്നിട്ട് വലിയ വാല്യൂസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ അതിന്റെ കാരണം ഇതാണ്, ചേഞ്ച് പ്രോപ്പർട്ടി നമ്മൾ അന്ന് ആദ്യം പറഞ്ഞ കാര്യം ചെയ്യാത്തതാണ്. അതുകൊണ്ട് പ്രത്യേകം അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു പ്രശ്നം വരുന്ന ഒരു കാര്യം, ലൊക്കേഷൻ പ്ലാന് വരയ്ക്കുമ്പോൾ അത് ചെറിയ സൈസിൽ വരച്ചാൽ മതി. നമുക്ക് ലൊക്കേഷൻ പ്ലാനും അതൊന്നും നമുക്ക് 1:400 വരച്ചോളൂ, അല്ലാണ്ട് 1:100 വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെറുതാക്കിയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് ലൊക്കേഷൻ പ്ലാനൊക്കെ വരയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് CR സെറ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം CR സെറ്റിന് ബീച്ച് റോഡിന് എത്ര ഡിസ്റ്റൻസ് വിടണം, ആ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യണം. അതുപോലെ ഇൻഡസ്ട്രീസ് എന്നാണെങ്കിൽ ഒരു 50 മീറ്റർ ഏരിയയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കാണിക്കണം, വേണ്ടേ? അപ്പൊ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്കെയിൽ വേണമെന്നില്ല. അത് ഓക്കെ, നമുക്ക് 1:100 എന്നുള്ള സ്കെയിൽ വേണമെന്നില്ല. സ്കെയിൽ ഡൗൺ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പിന്നെ പലർക്കും വരുന്നൊരു ഇഷ്യൂ ആണ്, നമുക്ക് പ്ലോട്ടൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അതിൽ തൊട്ടടുത്തുള്ള ബൗണ്ടറി ആരുമായിട്ട് ഷെയർ ചെയ്യണേ, അപ്പോൾ അവരെ നമ്മൾ പ്രിന്റ് ഐറ്റംസ് എന്നുള്ള ലെയറിലാണ് കൊടുക്കുക. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, പലർക്കും ആ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് സ്വയം ചെയ്യുമ്പോൾ കിട്ടും. എന്നാലും ഞാൻ എൻ്റെ ഓർമ്മയിൽ വന്ന് നിങ്ങളായിട്ട് വീഡിയോയിൽ അത് പ്രസന്റ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.